വിശേഷങ്ങള് വളരെ സുഖമായിരിക്കുന്നു. ഞാന് ഗരീബായിയുടെ നമ്മള് ചെറുപ്പം മുതലുള്ള സുഹൃത്തുക്കളാണ്. തീർച്ചയായും. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് ഒരു ആഡ് കാണാനിടയായി. അതിനെ കുറിച്ചൊന്ന് ചോദിച്ചാൽ എഴുതിയിട്ടാണ് വന്നിട്ടുള്ളത്. എന്റെ മക്കളൊക്കെ ഇപ്പൊ വളർന്നു വരുന്ന കുട്ടികളാണ്. വരും കാലങ്ങളില് ഇംഗ്ലീഷിലാണ് ജീവിക്കാൻ കഴിയില്ല മക്കൾക്ക്. തീർച്ചയായും. എന്താണ് നിങ്ങളെ പാക്കേജിനെ കുറിച്ചൊന്ന് എന്താണെന്നല്ലോ ഒന്ന് പറഞ്ഞുതരാൻ കഴിയും? തീർച്ചയായിട്ടും പറയാം. നമുക്ക് ട്രെയിനിങ് ആയിട്ട് കാണാം, ക്ലാസ്സിലൊക്കെ കാണാം. വളരെ കംഫർട്ട് ആയിട്ട് ഡിജിറ്റൽ സ്ക്രീൻ ഉണ്ട്, റൈറ്റിംഗ് ഹോൾ, AC, ഫാൻ, അത്ര നല്ലൊരു സെറ്റപ്പോട് കൂടി തന്നെയാണ് നമ്മളുടെ കോഴ്സ് നടത്തുന്നത്. എനിക്ക് അറിയേണ്ടത് ഈ സ്കിൽ ഡെവലപ്മെന്റ് കോഴ്സ് എന്ന് നടത്തുന്ന സംഗതിയാണ്. ഇങ്ങനെ ഒരു പാക്കേജ് ആയിട്ട് ഇവിടെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എന്താണ് അതിന്റെ സംഗതികളൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ വെക്കേഷനിലൂടെ നടക്കുന്നത് 2 മാസത്തെ പ്രോഗ്രാമാണ്. അത് 60 മണിക്കൂർ പ്രാക്ടീസാണ്. പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സും പ്രാക്ടീസും കൂടെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏഴിന്റെ കാലമാണ്, ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രസന്റേഷൻ, അതേപോലെ പബ്ലിക് സ്പീക്കിംഗ്, സ്റ്റേജിൽ വന്ന് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് ഓഡിയൻസിനെ ഇന്ററാക്ട് ചെയ്യുന്ന മെത്തേഡുകളാണ്. അപ്പൊ അതുകൊണ്ട് കുട്ടികളുടെ ലെവൽ ഓഫ് കോൺഫിഡൻസ് വളരെ ഹൈ ആവും. അപ്പൊ അവർക്ക് ആരെയും ഫേസ് ചെയ്ത് സംസാരിക്കാനോ പ്രസന്റേഷൻ നടത്താനോ എന്തിനൊക്കെയുള്ള കോൺഫിഡൻസ് കൂടെ ബിൽഡ് ചെയ്യുന്ന ഒരു മെത്തേഡുകളെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി എന്റെ സംശയം ഞാൻ ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഞാനിപ്പോ സുഹൃത്തുക്കളായിട്ട് കണ്ടാകുന്ന ആളുകള് BCom BSc ഒക്കെ പാസ്സായാണ്, നന്നായി വിദ്യാഭ്യാസം ചെയ്ത്. പക്ഷെ അവർക്കൊന്നും ഈ ഇംഗ്ലീഷ് ഫ്ലൂവന്റ്, അതായത് സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസി വരില്ല. അതിന്റെ ഒരു കാരണമാണ് ഏത് ഭാഷ പഠിക്കുന്നു, LSRW, ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്. അതാണ് മെത്തേഡ്. മലയാളം ഹിന്ദി, തമിഴാണ്, അറബിയാണ്, അങ്ങനെ കളിച്ചപ്പോഴാണ് അവിടെ സന്ധിച്ച കേൾക്കാമെന്നതാണ്, പിന്നെ സ്പീക്ക് സംസാരിക്കാമെന്നതാണ്. ഈ 2 സാധനങ്ങളും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമ്മൾ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ മലയാളം കേൾക്കുന്നത്, പിന്നെ മലയാളം സംസാരിക്കുന്നത്, പിന്നെ ഇംഗ്ലീഷ് വായിക്കുകയും എഴുതുകയും മാത്രമല്ല, റീഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഈ 4 ഘടകങ്ങളുമാണ്: ലിസൺ, സ്പീക്ക്, റീഡ്, റൈറ്റ്. അപ്പോഴേ ലാംഗ്വേജ് എന്താവുന്നു, ഡെവലപ്പ് ആവും. അതിനുള്ള അവസരങ്ങൾ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നില്ല എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം. ഇപ്പൊ ഒരു ടീച്ചർ ആണെങ്കിൽ ഒരു 20 വർഷത്തെ എഡ്യൂക്കേഷൻ ആണ് അല്ലെ. അപ്പൊ സ്കൂള്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി, ഇത് കഴിഞ്ഞാൽ BEd, ചിലർ PG കഴിഞ്ഞിട്ട് അവിടെ അധ്യാപകരായിട്ട് പ്രൈവറ്റ് സ്കൂളുകളാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളാണെങ്കിലൊക്കെ അവർ PSC വഴിയൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ ജോലി നേടിയാൽ അവർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ പ്രയാസമാണ്. അതിന്റെ അടിസ്ഥാന കാരണം കേൾക്കുന്നില്ല, പറയുന്നില്ല. ഇവിടെ നമ്മൾ കേൾപ്പിക്കുകയും പറയുകയും ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. സെലക്ടറായി ഇവിടെ പൊതുമേഖലാ പ്രവർത്തനങ്ങൾ സജീവമാണ്, നന്നായി ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് ഒരുപാട് കാലം ഗൾഫിൽ ജീവിച്ച ആളെന്നല്ലേ ഭാഷയുടെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നന്നായിട്ട് ഭാഷ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും. ഞാൻ സബ്ജക്ട് പ്രീ-ഡിഗ്രി വരെ പഠിച്ച ആളാണ്. +2 ഞാൻ ആദ്യമായിട്ട് UAE പോയപ്പോൾ ഞാൻ ഇവിടുന്ന് സ്കൂളിൽ പഠിച്ച സംഗതി അല്ല നമ്മുടെ സംസാരത്തിൽ അവിടെ ഇതായി കിട്ടുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്കെങ്കിലും ഇങ്ങനെ പൊതുജനമധ്യത്തിൽ ഇറങ്ങി നല്ലൊരു തൊഴിലവസരം നേടുന്നതിന് വേണ്ടി, തൊഴിൽ കണ്ടവരെ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ പറഞ്ഞു മതി, നല്ലൊരു തൊഴിൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും കോഴ്സിൽ ചേർക്കണം. അത് ഞാൻ തലയിൽ അമ്മ വെച്ചതാണ്. അതാണ് ഇന്ന് ഞാൻ കേൾപ്പാനുമായിട്ട് വന്നിട്ട് പങ്കെടുക്കുന്നത്. എന്റെ മക്കളെ എങ്ങനെ ഞാൻ വളർന്നതിൽ കൂടുതൽ രീതിയായിട്ട് വളർത്തിയെടുക്കാം, നിങ്ങളുടെ കോഴ്സ് എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ അടുത്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. ഏതൊരു പയ്യന്റെ പോസ്റ്റാണ്. കോളേജിൽ ഷേക്സ്പിയറിന്റെ മാക്ബത്തും കിങ് ലെയറും ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ സാഹിത്യങ്ങൾ പഠിപ്പിക്കുന്നതിന് പകരം സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സും ഒക്കെ ഇന്ററാക്റ്റീവ് സെഷൻസുകളൊക്കെ നടത്തിയിട്ട് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത് ചെയ്യുന്ന പ്രസന്റേഷൻ സ്കില്ലും പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും അതേപോലെ ഇന്ററാക്റ്റീവ് സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന കോഴ്സ് മോഡലുകൾ ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ വളരെ ശരിക്കും ഇപ്പോ ഷേക്സ്പിയറിന്റെ
കൃതികളിൽ വളരെ ഇന്നും പ്രബലമാണ്, ഇന്നും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, എന്നും കത്തി നിൽക്കുന്ന കൃതികളാണ്. മാഞ്ഞു പോകുന്ന വരികൾ അതെ അതെ. പക്ഷെ എങ്കിൽ പോലും ഇതൊക്കെ പഠിക്കുന്നതുകൊണ്ട് പ്രാക്ടിക്കലി പല നഷ്ടങ്ങളും സംഭവിക്കും. പ്രാക്ടിക്കലി നേടേണ്ട പല സംഗതികളും നേടാൻ കഴിയാതെ പോകുന്നതാണ് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നം. ഇവിടെ നമ്മള് ഇങ്ങനെയുള്ള കോഴ്സുകളും ഇങ്ങനെയുള്ള പ്രസന്റേഷൻ സ്കില്ലും പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഇന്ററാക്ഷൻ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് അതിന്റെ ഒരു കോൺഫിഡൻസ് കിട്ടും. അവിടെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ സാധാ സ്കൂളുകളിൽ, നമ്മളെ പാഠപ്രദേശമാണ്, സാധാ സ്കൂളുകളിൽ പഠിച്ചു വരുന്ന മലയാളമാണെങ്കിലും ഇംഗ്ലീഷാണെങ്കിലും ഇത്രയും പെട്ടെന്ന് കുട്ടികൾ ഗ്രഹിച്ചെടുക്കാൻ കഴിയോ? നിങ്ങളുടെ വിദ്യാഭ്യാസ രീതി എങ്ങനെയാണ്? അതായത് ഞാൻ നേരത്തെ പറഞ്ഞു LSRW ലിസൺ അതിലൂടെയാണ് വരുന്നത്. ഇവിടെ അതിനുള്ള സ്കൂളായിട്ടുള്ള അവസരം ഇല്ലാന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് വെക്കേഷനിൽ 2 മാസം ഷൂട്ടിംഗ് കോഴ്സാണ്. അത് 60 മണിക്കൂർ പാക്കേജാണ്. 60 മണിക്കൂർ ആണ് അവരുടെ മൊഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോ പല മെത്തേഡുകളുണ്ട്. ആളുകൾ പല രീതിയിലാണ് പഠിപ്പിക്കുന്നത്. 1 മാസം കൊണ്ട് 15 ദിവസം കൊണ്ട് ഒക്കെ ആണ് പഠിപ്പിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു പോകുമ്പോൾ ഒരു അധ്യാപകൻ ഒരു 20 വർഷത്തെ കോഴ്സ് PG ഒക്കെ എഴുതി സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് സംസാരിക്കാൻ പറ്റാത്തത് വെറും ഒരാഴ്ച കൊണ്ടോ ഒരു 10 ദിവസം കൊണ്ടോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പ്രയാസം. നിരന്തര പ്രാക്ടീസ് തന്നെയാണ് അതിനാവശ്യം. ഇവിടെ നമുക്ക് വെക്കേഷൻ കോഴ്സ് 2 മാസത്തെ വെക്കേഷൻ കോഴ്സ് 60 മണിക്കൂർ പാക്കേജ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൺഡേകളിലും 2 മണിക്കൂർ കോച്ചിങ് ആണ്. അത് ഒരു അക്കാദമിക് കംപ്ലീറ്റ് ചെയ്യും. എവറി സൺഡേ കുട്ടികൾ വരണം, അവർ പ്രാക്ടീസ് ചെയ്യണം, അവർ പഠിക്കണം. അങ്ങനെയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരു ബാച്ച് നമ്മുടെ 17 പേര് ഒരു അക്കാദമിക് കംപ്ലീറ്റ് ചെയ്തു. നമുക്ക് അവിടെ തുടക്കത്തിലെ വെക്കേഷൻ ബാച്ചിട്ട് ആ ഒരു ബാച്ചിലുണ്ടായിരുന്ന 23 പിള്ളേരുണ്ടായിരുന്നു. കുറച്ച് പേര് ഡ്രോപ്പ് ഔട്ടായി. ബാക്കി 17 പേര് അക്കാദമിക് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അവർ വെക്കേഷൻ കഴിഞ്ഞ് വെക്കേഷൻ 2 മാസത്തെ കോഴ്സ് കഴിയുന്നതിനോടനുബന്ധിച്ചിട്ട് അവർ എല്ലാ സൺഡേകളിലും അല്ലെങ്കിൽ പൊതു അവധി ദിവസങ്ങളിൽ അങ്ങനെ ഏകദേശം പൊതു അവധി ദിവസങ്ങൾ നോക്കിയിട്ടോ അല്ലെങ്കിൽ സൺഡേകളിലോ അവർ 1-2 മണിക്കൂർ വന്നിട്ട് അവർ പരസ്പരം ഇന്ററാക്ഷനും പ്രാക്ടീസും സ്പീച്ചുകളും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള യൂസേജുകളൊക്കെ അവർ പഠിച്ചെടുത്ത് പ്രാക്ടീസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു അക്കാദമിക് നല്ല സ്ട്രോങ് ആയിട്ടുമാണ്. അല്ലാതെ ഷോർട്ട് ടൈമിൽ ഒരാഴ്ച കൊണ്ട് 10 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക എന്നത് പ്രയാസമുണ്ട്. അത് ആർക്ക് പറ്റുമോ? PG കഴിഞ്ഞ ഒരാൾക്ക് നന്നായിട്ട് വെക്കാബുലറി ഉണ്ട്, നന്നായിട്ട് പദസമ്പത്ത്, നന്നായിട്ട് ലാംഗ്വേജിൽ എന്താ പറയാ കോൺഫിഡൻസ് ആണ്. പക്ഷെ അവർക്ക് സ്പീക്കിംഗ് അബിലിറ്റിയാണ് പ്രശ്നമെങ്കിൽ അങ്ങനത്തെ ആളുകളെ സംബന്ധിച്ച് ചിലപ്പോൾ 1 ആഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ 1 മാസത്തെ പാക്കേജ് കൊണ്ടോ ട്രെയിനിങ് കൊണ്ടൊക്കെ അവർക്ക് മാറാൻ കഴിയും. പക്ഷെ സാധാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഷോർട്ട് ടൈമിലൊന്നും സംഭവിക്കില്ല. ശരിക്കും ലോങ് ടൈം ഒബ്ജക്റ്റീവായിട്ട് തന്നെ അവരെ കൃത്യമായ പ്രകാരം കൃത്യമായ സിസ്റ്റമാറ്റിക് പ്രാക്ടിക്കലൂടെ തന്നെ അവർ പഠിച്ചിരുന്നു. ചിലപ്പോൾ നമ്മുടെ സ്ഥാപനം കണ്ടിട്ട് ഈ ഒരു സൗകര്യം കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എനിക്ക് ഈ ഗ്രാമീണതയുടെ ഈ ഭാഗത്ത്, അതായത് പൊതുജന മധ്യത്തിലേക്ക് കുട്ടികളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം കഷ്ടപ്പെടുന്നതിന് ഉത്തമ മാതൃകയായിട്ടാണ് തോന്നുന്നത്. ഇതൊരു ചൂണ്ട് പറയുകയാണ്. അതായത് ഈ ഇങ്ങനെയുള്ള ഗ്രാമീണ ഇടങ്ങളിൽ നല്ല ശീലീകരിച്ച നന്നായി വൃത്തിയുള്ള ചെയറുകളും നല്ല ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് പെർഫോമൻസ്, അതായത് ഈ മൈലിസ്റ്റാത്തി കണ്ടപ്പോൾ തന്നെ എനിക്ക് ബോധ്യമാണ്. കാരണം നിങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസന്റേഷൻ നടത്തുക എന്നതാണെന്ന് തോന്നുന്നു ഈ സംഗതിയുടെ കാണുന്നത്. നല്ല ഫാർമസിസ്റ്റ് ഉണ്ട്. അതെ, തീർച്ചയായും. പിന്നെ പ്രത്യേകിച്ച് മറ്റുള്ള ഇപ്പോ തിരൂര്, കോഴിക്കോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ചിലപ്പോൾ മറ്റു കോഴ്സുകൾ ഉണ്ടായിട്ടാണ്. അതിനൊക്കെ വളരെ സാമ്പത്തിക ബാധ്യത ഉള്ളവർക്ക് കൊണ്ടുവരാണ്. ഈ തിരൂര് തന്നെ ഇവിടുത്തെ 16 കിലോമീറ്റർ ഉള്ളൂ. ഒരു കുട്ടിയെ ഇങ്ങനെയുള്ള സംഘടനകൾക്ക് പഠിപ്പിച്ച് കൊണ്ടുവരാൻ ഒരു ദിവസം തന്നെ ചുരുങ്ങിയത് ഒരു 200 രൂപയാണ് ചെലവ്. എന്തായാലും ചെറിയ ഫീസിന് ഇങ്ങനെയുള്ള സൗകര്യം നമ്മുടെ ഈ പുറത്തൊരു ഗ്രാമത്തിൽ നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതിന് വളരെയധികം ചാരിതാർത്ഥ്യമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം ശ്രമിക്കുകയും എന്റെ കഴിവിന്റെ പരമാവധി, കാരണം ഞാൻ പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, എനിക്കറിയാൻ വലിയ കുട്ടികളുടെ ഒക്കെ സംഗതികൾ അറിയാം, അവരുടെയൊക്കെ കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാവും. ഉണ്ടാകുന്ന സ്ഥാപനം ദൈവ സഹായത്തോടുകൂടി വളരെയധികം ഉന്നതിയിലേക്ക് എത്തിച്ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.